Hi all, hope you are fine. നമ്മൾ കേരള PSC മാത്തമാറ്റിക്സിൻ്റെ സിലബസിലെ മെട്രിക്സ് ആൾജിബ്രയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് സെക്ഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ ഓപ്പറേഷൻ ഓൺ മെട്രിസസ് പറഞ്ഞു, അതിൽ നമ്മൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ അഡീഷൻ ഓഫ് 2 മെട്രിസസ് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ പറയുകയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓർഡേഴ്സ് സെയിം ആയാൽ മതി അല്ലേ, എന്നാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം ആയിട്ടുള്ള മെട്രിക്സ് കിട്ടും. പക്ഷേ അങ്ങനെ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയി എന്നതുകൊണ്ട് അത് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെന്നില്ല. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ മെട്രിക്സിൻ്റെ കേസസിൽ അതായത് വേറൊരു ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ പുതിയതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുന്നത്. എല്ലാ മെട്രിക്സും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിഫറെൻ്റ് ആണ് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുന്നത്. 2 matrices are conformable for matrix multiplication if the number of columns of the first matrix is equal to the number of rows of the second matrix. അതായത് നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് മെട്രിക്സിൻ്റെയും ഗുണനം സാധ്യമാവണമെങ്കിൽ നമുക്ക് ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസിനോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ആദ്യത്തെ മെട്രിക്സിൻ്റെ നിരകളുടെ എണ്ണം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ വരികളുടെ എണ്ണത്തിന് തുല്യമായാൽ മാത്രമേ ആ രണ്ട് മെട്രിക്സസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സസ് മാത്രം, അല്ലാത്ത മെട്രിക്സസ് ഒന്നും മൾട്ടിപ്ലിക്കേഷൻ ഗുണനം സാധ്യമല്ല. ഓക്കെ, അതായത് രണ്ട് മെട്രിക്സുകളുടെ ഗുണനം സാധ്യമാകുന്നതിന് ഒന്നാമത്തെ മെട്രിക്സിൻ്റെ നിരകളുടെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ വരികളുടെ എണ്ണവും തുല്യമാകണം. എ എന്ന് പറയുന്നൊരു മെട്രിക്സ്, ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എ ബി എന്ന് പറയുന്നതിൻ്റെ പ്രോഡക്റ്റിനെ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. അതായത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ഇപ്പോഴേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മെട്രിക്സിനും പോസിബിൾ അല്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കിനി പറയുന്നത് ഇനി എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് എ ഈക്വൽ ടു Aij be an m by p matrix and b equal to Bij be p by n matrix. Then the product A and B is denoted by AB and is the m by n matrix. C equal to Cij is defined by Cij equal to ai1 b1j plus ai2 b2j plus etc up to aip bpj equal to sigma k equal to 1 to p aik bkj 1 less than or equal to I less than or equal to m 1 less than or equal to j less than or equal to m. ഈ ഒരു ഡെഫിനേഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് സെറ്റ് എക്സാമിനൊക്കെ പഠിക്കുന്നവർക്ക് നല്ലോണം മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ HSCക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ ഒരു ഡെഫിനേഷന് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 7 മോഡലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ രൂപമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ഒരു m by p മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു m by p മെട്രിക്സ് ആണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു p by n മെട്രിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഇത് നമ്പർ ഓഫ് കോളംസ് p ആണ്, നമ്പർ ഓഫ് റോസും p ആണ്. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഈ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമുക്ക് എ ബി എന്ന് പറയാം. അതൊരു മെട്രിക്സ് ആയിരിക്കുമല്ലോ. ആ മെട്രിക്സ് സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m by n ആയിരിക്കും. ഓക്കെ, m by n ആയിരിക്കും. അങ്ങനെ ഈ സി എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെൻസിൻ്റെ ഫോമാണ് എഴുതിയിരിക്കുന്നത്. സി എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെൻറ്റ്സ് Cij എന്നല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആ Cij എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Cij ഈക്വൽ ടു ai1 ഇൻറ്റു b1j. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും ith റോയിലെ ഫസ്റ്റ് എലമെൻറ്റും jth കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ith റോയിലെ സെക്കൻഡ് എലമെൻറ്റും jth കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് Cij എന്ന് പറയുന്ന സിംഗിൾ എലമെൻറ്റ് കിട്ടുന്നത്. അതാ പറയുന്നത്. ഇത് നമുക്ക് മെട്രിക്സ് വരച്ച് പറയാം. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഈ C11 അതായത് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണിത്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m by p ആണ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് p by n ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m by n ആണ്. ഓക്കെ, m by n ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ വലിയ മെട്രിക്സ് എഴുതുന്നതുകൊണ്ട് ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ C11 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, a11 ഇൻറ്റു b11 പ്ലസ് a12 ഇൻറ്റു b21 പ്ലസ് എക്സെട്ര അപ് ടു a1p ഇൻറ്റു bp1. അതായത് ഈ
ഒരു 7 മോഡലിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സം എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സിംഗിൾ എലമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ഈ ith റോയിലെ എലമെൻറ്റ്സും ഈ jth കോളത്തിലെ എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് Cij എന്ന് പറയുന്ന സിംഗിൾ ആയിട്ടുള്ള ഈ എലമെൻറ്റ് കിട്ടുന്നത്. അതാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിമ്പിളാണ്. ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. HSIക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല, പക്ഷേ ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം 7 മോഡലിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെയും P ആവണം, ഇവിടെയും P എലമെൻറ്റ്സ് ഉണ്ടാവണം, ഇവിടെയും P എലമെൻറ്റ്സ് ഉണ്ടാവണം. അതിനെ പെയർ വൈസ് എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതാണ് ഡെഫിനേഷൻ. നമുക്ക് എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പോൾ എ എന്ന് പറയുന്നത് M/P മെട്രിക്സും ബി എന്ന് പറയുന്നത് ഒരു P/N മെട്രിക്സും ആണെങ്കിൽ AB എന്ന് പറയുന്നത് ഒരു M/N മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് എ എന്ന് പറയുന്ന ഒരു M/N മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു N/M മെട്രിക്സും ആണെങ്കിൽ ABയും BAയും എങ്ങനെയായിരിക്കും വരിക? AB എന്ന് പറയുന്നത് AB എന്ന് പറയുന്നത് നമുക്ക് M/M ആയിരിക്കും അല്ലേ വരിക? M/M. B എന്ന് പറയുന്നതോ? B എന്ന് പറയുന്നത് N/M ആണ്. A ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് M/N ആണ്. സോ നമുക്ക് എന്ത് വരും? N/N ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം A എന്ന് പറയുന്ന ഒരു M/N ഉം B എന്ന് പറയുന്ന N/M ഉം ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് രണ്ടും സ്ക്വയർ മെട്രിസസ് ആയിരിക്കും. ഓക്കെ, AB എന്ന് പറയുന്നൊരു M/M ആണ്. AB എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഓർഡർ M ആയിരിക്കും. BA എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ N ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എക്സാമ്പിൾ ഇതാണ്. A equal to 1 2 -3 -2 1 5, B equal to 2 1 5 2 1 3. Then AB എങ്ങനെ കണ്ടുപിടിക്കാം? AB which is equal to, ഞാൻ ഒന്നുകൂടെ എഴുതുന്നുണ്ട്, 1 2 -3 -2 1 5. ഓക്കെ, B എന്ന് പറഞ്ഞാൽ 2 1 5 2 1 3. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് which is equal to, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 7 മോഡൽ അല്ലേ, 1 × 2 അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. 1 × 2 + 2 × 5 + -3 × 1 and 1 into then first row second column. Okay, 1 × 1 + 2 × 2 + 3 × -3. Then next second row first column, then -2 × 2 + 1 × 5 + 5 × 1. അതുപോലെ തന്നെ നമുക്ക് -2 × 1 + 1 × 2 + 5 × 3. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ആഡ് ചെയ്യാം, 2 + 10 - 3 which is equal to 9 അല്ലേ? 1 4 9 1 4 9, that is -4 -9 വരും. ഓക്കെ, -2 + 5 + 5 that is equal to 5 10 6. ഓക്കെ, ഇവിടെ 50. ഓക്കെ, ദിസ് ഈസ് ദ പ്രോഡക്റ്റ് AB എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് പറയുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോട്ട്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഓർത്ത് വെക്കണം, കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നോട്ട് ഇതാണ്. ഫസ്റ്റ് വൺ, AB ഇവ യഥാക്രമം M/N K/L എന്നീ ക്രമമുള്ള രണ്ട് മെട്രിക്സുകളായാൽ AB BA ഇവ രണ്ടും നിർവചിക്കണമെങ്കിൽ N = K L = M ആയിരിക്കണം. അതായത് നമുക്ക് MN എന്ന് പറയുന്നത് നമുക്ക് M/N ആണ്, അതുപോലെ B എന്ന് പറയുന്നത് K/L ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ AB നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കാം. AB ഡിഫൈൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്താണ്? ഈ Nഉം Kയും ഈക്വൽ ആവണ്ടേ? അപ്പോൾ Nഉം Kയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ABയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് Bയെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ പ്രോപ്പർട്ടി നോക്കാം. B എന്ന് പറഞ്ഞാൽ K/L ആണ്, അതുപോലെ A എന്ന് പറഞ്ഞാൽ M/N ആണ്. അങ്ങനെയാണെങ്കിൽ BA എന്ന് പറയുന്ന മെട്രിക്സ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം അല്ലേ? അതായത് L = M ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ഡിഫൈൻ ചെയ്യണമെങ്കിൽ N = K and L = M ആയിരിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, if
ബോത്ത് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ദെൻ എ ബി ആൻഡ് ബി എ ആർ ഡിഫൈൻഡ്. അല്ലെ, എ എന്ന് പറയുന്നത് ഒരു n ബൈ n ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നതും n ബൈ n ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സസ് ആണെങ്കിൽ നമുക്ക് എ ബി എന്ത് തന്നെയായിരിക്കും, ഒരു n ബൈ n ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു n ബൈ n ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ്, എ എന്ന് പറയുന്നത് n ബൈ n ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ബി എ എന്ന് പറയുന്നതും n ബൈ n ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ക്വയർ മെട്രിക്സസിൻ്റെ കേസിൽ നമുക്ക് ഓർഡേഴ്സിനെ പറ്റിയിട്ട് ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നീഡ് നോട്ട് ബി കമ്പ്യൂട്ടേറ്റീവ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ്, വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നീഡ് നോട്ട് ബി കമ്പ്യൂട്ടേറ്റീവ്. ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് മെട്രിക്സുകളുടെ ഗുണനം എല്ലായ്പ്പോഴും ക്രമനിയമം പാലിക്കണമെന്നില്ല. മെട്രിക്സുകളുടെ ഗുണനം, അതായത് എ ബി എന്ന് പറയുന്നത് ബി എയോട് എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല. ഈക്വൽ ആവുന്ന സാഹചര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാ കേസിലും അത് ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, ഇപ്പം നമുക്കറിയാലോ എ ബി തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതും എ ബി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കേസിൽ ബി എ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കേസ് ഉണ്ടാവും. അപ്പം തന്നെ നമുക്കറിയാലേ ഇതിനെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ ചെയ്ത മെട്രിക്സ് തന്നെയല്ലേ ഇത്. ഈ ഒരു എ ബി A12 -3 -2 1 5 2 1 9 -4 6 15. ഓക്കെ, ഞാൻ ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒത്തിരി സമയം പോകും. ഇതൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, എ ബി ഈക്വൽ ടു എ ബി എന്ന് എ പറയുന്ന മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ഓർഡർ എത്രയാണ്, 3/2. ഇവിടുത്തെ ഓർഡർ 2/3 അല്ലേ. അപ്പോൾ നമുക്ക് എ ബി കിട്ടുന്നത് 3/3 മെട്രിക്സ് ആണ്. ഓക്കെ, 3/3 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. നമുക്ക് ബി എ എന്ന് പറഞ്ഞ് കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് ആവാൻ വേണ്ടിയിട്ട്. ബി എ എന്ന് പറയുന്നത് നമുക്കൊരു 2/2 മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ ക്ലിയർലി നമുക്ക് എന്ത് പറയാം, എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും സെയിം അല്ല അല്ലേ. അപ്പോൾ നമുക്ക് എ ബി ഈസ് ഹിയർ, എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്നത് ക്രമ നിയമം പാലിക്കുന്നില്ല. എ ബി ഈസ് നീഡ് നോട്ട് ബി കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെ എ ബി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി നമുക്ക് ഇവിടെ എക്കും ബിക്കും ഒക്കെ ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം, എ ബി എന്നിവയ്ക്ക് ഒരേ ക്രമമായാൽ പോലും എ ബി ബി എ എന്നാവണമെന്നില്ല. അതായത് നമ്മളോട് പറയാണ് എയും ബിയും നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഇതും 2/2 ആണ്, ഇതും 2/2 ആണ്. അപ്പോൾ നമുക്ക് എ ബി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ ബി ഈക്വൽ ടു 1 0 0 -1, ബി എന്ന് പറഞ്ഞാൽ 0 1 1 0. നമുക്ക് കിട്ടുന്നത് എ ബി 1 × 0 + 0 × 1 0 കിട്ടും. 1 × 1 + 0 × 0 1 കിട്ടും. 0 × 0 + -1 × 1 -1 കിട്ടും. 0 × 1 + അപ്പോൾ 0. ഓക്കെ, നമുക്കിനി ബി എ ചെയ്ത് നോക്കാം. ബി എ ഈക്വൽ ടു 0 1 1 0 × 1 0 0 -1 which is equal to 0 × 1 + 1 × 0 0 0 × 0 + 1 × -1 -1 1 × 1 1 1 × 0 0. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആണ്, എ ബി എന്ന് പറയുന്നത് രണ്ട് സ്ക്വയർ മെട്രിക്സസ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഓർഡേഴ്സ് സെയിം ആയിട്ടുള്ള മെട്രിക്സ് എടുത്തിട്ട് പോലും നമുക്കിവിടെ എന്തായില്ല, ക്രമനിയമം പാലിക്കപ്പെട്ടില്ല. അതായത് എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ ആണ് ഇവിടെയും. സോ അപ്പം നമുക്ക് എന്ത് പറയാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നീഡ് നോട്ട് ബി കമ്മ്യൂട്ടേറ്റീവ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് കേസസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ഡയഗണൽ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ ദെൻ എ ബി ഈക്വൽ ടു ബി എ. ഇപ്പോൾ നമ്മൾ നോക്കുക, എല്ലായ്പ്പോഴും, അതായത് നീഡ് നോട്ട് ബി പറഞ്ഞിരിക്കണം, എല്ലായ്പ്പോഴും ക്രമനിയമം പാലിക്കണമെന്നില്ല. അപ്പോൾ പാലിക്കുന്ന കേസസ് ഉണ്ടാവുമല്ലോ, അതേതാണ് സെപ്പറേറ്റ് പറയാണ്. എയും ബിയും ഡയഗണൽ മെട്രിക്സസ് ആണെങ്കിൽ, കർണരേഖാ മെട്രിക്സുകളാണെങ്കിൽ, വികർണ മെട്രിക്സുകളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും. അതിൻ്റെ കർണരേഖാ മെട്രിക്സുകളുടെ ഗുണനം ക്രമനിയമം പാലിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗണൽ മെട്രിക്സസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. അതായത് എ ഈക്വൽ ടു 2 0 0 1, ബി ഈക്വൽ ടു -1 0 0 2. അതായത് ഇത് രണ്ടും കർണരേഖാ മെട്രിക്സുകളാണ്, രണ്ട് ഡയഗണൽ മെട്രിക്സസ് ആണ്. നമുക്ക് എ ബി കണ്ടുപിടിച്ച് നോക്കാം. എ ബി ഈക്വൽ ടു 2 0 0 1 × -1 0 0 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 2 × -1 -2, 2 × 0 + 0 × 2 0, 0 × -1 1 × 0 0, 0 × 0 2 × 1 2. ഇത് ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണല്ലേ ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ -1 0 0 2 2 0 0 1 which is equal to, ഇവിടെ നമുക്ക് -1 × 2
ഇവിടെ നമുക്ക് 0, ഇവിടെ 0, ഇവിടെ 2. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ കർണരേഖാ മെട്രിക്സുകളുടെ ഗുണനം ക്രമനിയമം പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് അദിശ മെട്രിസസ് ഇല്ലേ, സ്കെലാർ മെട്രിസസ്, അതായത് A ഇൻറ്റു ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിസസ് ക്രമനിയമം പാലിക്കും ഓൾവേസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. അതായത് ഇതിന് ഞാനൊരു ബി എന്ന് കൊടുത്തു. ഈ ബി എന്ന് പറയുന്ന ഒരു അദിശ മെട്രിക്സ് ആണെങ്കിൽ എ എന്ന് പറഞ്ഞ ഏതോ ഒരു മെട്രിക്സ് ആയിക്കോട്ടെ, A ഇൻറ്റു ലാംഡ ഐ ഈക്വൽ ടു ലാംഡ ഐ ഇൻറ്റു എ ആയിരിക്കും. ഓക്കെ, അദിശ മെട്രിക്സസ് ആണെങ്കിൽ ആ മെട്രിക്സ് ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും അത് ക്രമനിയമം പാലിക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഹയർ മാത്തമാറ്റിക്സ് എന്നുവെച്ചാൽ നമുക്ക് സെറ്റിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇതിലുള്ള കാര്യങ്ങളാണ്. ഇനി 6th വൺ, ഫോർ എ റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി, എ ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. ഫോർ മെട്രിസസ് എ ആൻഡ് ബി, എ ബി ഈക്വൽ ടു 0 നീഡ് നോട്ട് ഇംപ്ലൈ ദാറ്റ് എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. അതായത് നമുക്ക് പറയാം, റിയൽ നമ്പേഴ്സിൻ്റെ രണ്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു നമ്പർ 0 ആയിരിക്കണം അല്ലേ, അല്ലെങ്കിൽ രണ്ട് നമ്പറും 0 ആയിരിക്കണം. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ മെട്രിക്സിൻ്റെ കാര്യത്തിൽ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. അതായത് മെട്രിക്സിന് രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് 0 ആണ് എന്ന് കരുതി അതിൽ ഏതെങ്കിലും ഒരു മെട്രിക്സ് 0 ആവണമെന്നില്ല. അതായത് എ ബി ഇവ പൂജ്യമല്ലാത്ത മെട്രിക്സുകളാണ്. ഇവയുടെ ഗുണനഫലം പൂജ്യമായിട്ടുള്ള ഒരു മെട്രിക്സ് ആവാം, 0 മെട്രിക്സ് ആവാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. നമുക്ക് എയും ബിയും പൂജ്യമല്ലാത്ത രണ്ട് മെട്രിക്സസ് ആണല്ലോ. പക്ഷെ നമുക്ക് എ ബി കണ്ടുപിടിച്ച് നോക്കാം. എ ബി ഈക്വൽ ടു ഇവിടെ 0 - 1 0 2 ഇൻറ്റു 3 5 0 0 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 0 × 3 + -1 × 0 0 ആണ് കിട്ടുന്നത്. 0 × 5 + -1 × 0 0 ആണ് കിട്ടുന്നത്. 0 × 3 + 2 × 0 0, 0 × 5 + 2 × 0 0. അതായത് രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0 മെട്രിക്സ് കിട്ടി. എന്ന് വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു മെട്രിക്സ് 0 ആണോ? അല്ല. അതായത് ഏതെങ്കിലും രണ്ട് മെട്രിക്സിൻ്റെ ഗുണനഫലം 0 ആണെന്ന് കരുതി അതിലേത് മെട്രിക്സ് 0 ആവണമെന്നില്ല. ഇതാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമുക്കറിയാം റിയൽ നമ്പേഴ്സിൽ a + b ഹോൾ സ്ക്വയർ എന്താണോ? a² + 2ab + b² അല്ലേ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇത് ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്, a + b ഇൻറ്റു a + b. അപ്പോൾ നമുക്ക് a × a എന്ന് എഴുതാം, പ്ലസ് a × b പ്ലസ് b × a പ്ലസ് b × b അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a × a എന്ന് പറഞ്ഞാൽ a² ആണെന്ന് നമുക്കറിയാം. പ്ലസ് ഈ എ ബിയും ബി എയും സെയിം ആണോ? അല്ല, കാരണം കമ്മ്യൂട്ടേറ്റീവ് അല്ല. എല്ലാ മെട്രിക്സും കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? എ ബി പ്ലസ് ബി എന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, പ്ലസ് b². അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + 2ab + b² എന്ന് എഴുതാൻ പാടില്ല. റിയൽ എഴുതുന്ന പോലെ എഴുതരുത്. കാരണം a² + ab + ba + b² തന്നെയാണ്. അത് മറന്നു പോകരുത്. ഞാനിവിടെ ഡയറക്റ്റ് എഴുതാണ്. a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + ab + ba + b². ഓക്കെ, ഇനി അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, a + b ഹോൾ സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു a² + 2ab + b². ഓക്കെ, ഇനി ഇതെപ്പോഴാണ് ഈക്വൽ ആവുന്നത്? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, a² + 2ab + b² എന്ന് എഴുതാൻ പറ്റുന്ന എപ്പോഴാണ്? എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ. അതായത് എ ബി ഇങ്ങനെ a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + 2ab + b² എന്ന് എഴുതാൻ ഈക്വൽ ടു എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + 2ab + b² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, മറന്നു പോകരുത്. കാരണം മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി സംയോജന നിയമം, അസോസിയേറ്റീവ് ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം അസോസിയേറ്റീവ് ലോ എന്താണെന്നൊക്കെ. ഫോർ എനി 3 മെട്രിസസ് a b ആൻഡ് c, a × bc ഈക്വൽ ടു ab × c whenever both sides of the equality are defined. അതായത് ഈ a b c ഒക്കെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? a × bc ഈക്വൽ ടു ab × c ആണെന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ അസോസിയേറ്റീവ് ലോ. അതായത് ഇവിടെയാണ് ശരിക്കും കമ്മ്യൂട്ടേറ്റീവ് നീഡ് നോട്ട്, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നീഡ് നോട്ട് ബി കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ ആദ്യം തന്നെ പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. അത് മാത്രമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. ഇനി നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലുള്ളൊരു കാര്യമാണ് വിതരണ നിയമം, ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് ഫോർ 3 മെട്രിസസ് a b c, ഫസ്റ്റ് വൺ a × b + c ഈക്വൽ ടു ab + ac.
and a plus b into c equal to ac plus bc whenever both sides of the equality are defined. ഇത് ഓവർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അതായത് എ ഇൻറ്റു ബി പ്ലസ് സി ആണ്. തിരിച്ച് നമുക്ക് ശരിയാവില്ല. എ പ്ലസ് എന്താണ് എ, ഞാൻ ഉദ്ദേശിച്ചതാണ് എ പ്ലസ് ഇൻറ്റു ബി സി എന്ന് പറയുന്ന വിതരണ നിയമം ഇല്ല എന്നാണ് അർത്ഥാക്കിയത്. കൺഫ്യൂഷൻ അവിടെ, അത് മാത്രം പഠിച്ചാൽ മതി. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആൻഡ് എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ സി പ്ലസ് ബി സി വെനെവർ ബോത്ത്, അതായത് ഈക്വാലിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ വിതരണ നിയമം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഗുണനത്തിൻ്റെ അനന്യത. ദ എക്സിസ്റ്റൻസ് ഓഫ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഗുണനത്തിൻ്റെ അനന്യത ഏതാണ്? ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണല്ലേ. ഫോർ എവറി സ്ക്വയർ മെട്രിക്സ് എ ദർ എക്സിസ്റ്റ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ സച്ച് ദാറ്റ് എ ഐ ഈക്വൽ ടു ഐ എ ഈക്വൽ ടു എ. അതായത് നമുക്ക് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും n ക്രമമുള്ള ഒരു സ്ക്വയർ സമചതുര മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു അനന്യത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഒരു അനന്യ മെട്രിക്സിനെ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് നമുക്ക് സെയിം തന്നിരിക്കുന്ന ഈ സ്ക്വയർ മെട്രിക്സ് ആവുന്ന രീതിയിൽ ഒരു അനന്യ മെട്രിക്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഇഫ് എ ഈസ് ആൻ എം ബൈ എൻ മെട്രിക്സ്, അതായത് നമ്മളിപ്പം സ്ക്വയർ മെട്രിക്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ അനന്യതം പറഞ്ഞത്. അത് വിചാരിച്ചിട്ട് എക്ക് ഐഡന്റിറ്റി മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നല്ല. ഇഫ് എ ഈസ് ആൻ എം ബൈ എൻ മെട്രിക്സ്, ഒരു എം ബൈ എൻ മെട്രിക്സ് ആണെങ്കിൽ, എ എന്ന് പറയുന്നത് ഒരു എം ബൈ എൻ മെട്രിക്സ് ആണെങ്കിൽ നമുക്കിതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഇവിടെ എം ബൈ എം ആയിട്ടുള്ള ഒരു ഓർഡർ വെച്ചിട്ട് എം ബൈ എം ആയിട്ടുള്ള ഒരു അനന്യ മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഐ ഇൻറ്റു എ എം ബൈ എൻ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ, അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഐ എം ബൈ എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പുറത്തോ എ ഈസ് ഈക്വൽ ടു, അതായത് നമുക്കിവിടെ എ എന്ന് പറയുന്നത് ഒരു എം ബൈ എൻ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിൽ ഐ എൻ ബൈ എൻ ചെയ്യാം, അതായത് ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയും റൈറ്റ് ഐഡൻറ്റിറ്റിയും. ഓക്കെ, നമ്മൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക. നമുക്ക് എം ബൈ എൻ മെട്രിക്സ് ആണെങ്കിലും അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഒരു ഫോമാറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സ്. ഇത് നമ്മൾ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ മെട്രിക്സ് പോളിനോമിയൽ പറയാൻ വേണ്ടിയിട്ടാണ്. മെട്രിക്സ് പോളിനോമിയൽ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ കെയ്ലി ഹാമിൽട്ടൺ തിയറവും ഏഗൺ വാല്യൂസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ അതിനെ പരിചയപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സ്, അതായത് ഒരു മെട്രിക്സിൻ്റെ കൃതികളെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ് എ ബി എനി സ്ക്വയർ മെട്രിക്സ് വി ഡിഫൈൻ എ റേസ് ടു 1 ഈക്വൽ ടു എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ ക്യൂബ് ഈക്വൽ ടു എ ഇൻറ്റു എ. അതായത് എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എയുടെ പവേഴ്സ് അത് അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. എപ്പോൾ മാത്രം? സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഈ കൃത്യങ്ക നിയമങ്ങൾ ഇതിലും ബാധകമാണെന്നാണ് പറയുന്നത്. എ റേസ് ടു എം പ്ലസ് എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടും കൂടെ ഓർത്ത് വെക്കുക. എ റേസ് ടു എം പ്ലസ് എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആൻഡ് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. ഇനി ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിലോ നമ്മൾ എത്ര തന്നെ ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണല്ലേ കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞാൽ ഐ സ്ക്വയർ ഈക്വൽ ടു ഐ ക്യൂബ് ഈക്വൽ ടു ഐ ഫോർ എവറി ഐ പവർ എൻ ഈക്വൽ ടു ഐ തന്നെ വരും. ഓക്കെ, ഇനി മെട്രിക്സ് പോളിനോമിയൽ ഇൻ്റഗ്രൽ പവേഴ്സ് പറയുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് മെട്രിക്സ് പോളിനോമിയൽ. നമ്മൾ ഈ +2 ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ഒരു അതായത് പോളിനോമിയലിൻ്റെ ഇക്വേഷൻ പോലെ തന്നിട്ട് അത് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മുമ്പേ പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഗ്രിക്ക് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മെട്രിക്സ് പോളിനോമിയൽ എന്താണെന്ന് പറയാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്രാ അപ് ടു എ എൻ മൈനസ് 1 എക്സ് പ്ലസ് എ എൻ ബി എ പോളിനോമിയൽ ഇൻ എക്സ്. Let A be a square matrix of order n, then f of A equal to a naught a power n plus a1 a power n minus 1 plus etc. up to a n minus 1 a plus a n I is called a matrix polynomial. അതായത് നമുക്കൊരു പോളിനോമിയൽ ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു പോളിനോമിയൽ ഇൻ എക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എക്സിനെ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ എനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ ആവുമല്ലോ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു
അതായത് ഇവിടെ എ പവർ എന്നും എ പവർ എൻ മൈനസ് വണ്ണും ഒക്കെ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എഫ് ഓഫ് എനെ നമുക്ക് മെട്രിക്സ് പോളിനോമിയൽ എന്ന് പറയാം. മെട്രിക്സ് പോളിനോമിയൽ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞു വെക്കണം മെട്രിക്സ് പോളിനോമിയൽ എന്താണെന്നുള്ളത്. കാരണം നമ്മൾ കെയ്ലി ഹാമിൽട്ടൺ തിയറി ഒക്കെ പറയുന്നത് ഈ മെട്രിക്സ് പോളിനോമിയലിൻ്റെ ആപ്ലിക്കേഷനാണ്. മെട്രിക്സ് പോളിനോമിയലാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ മെട്രിക്സ് പോളിനോമിയലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാനിവിടെ പ്രൂവ് ചെയ്യുന്നില്ല, കാരണം ഒത്തിരി സമയം പോകും. ഇഫ് എം ഈക്വൽ ടു 7, 5, 2, 3 ദെൻ വെരിഫൈ ദാറ്റ് ദ ഇക്വേഷൻ എം സ്ക്വയർ മൈനസ് 10m പ്ലസ് 11i2 ഈക്വൽ ടു 0. അതായത് നമുക്കിവിടെ ഒരു മെട്രിക്സ് പോളിനോമിയൽ തന്നിട്ട് അതിന് ഈക്വൽ ടു 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 11 എന്ന് പറയുന്ന പോളിനോമിയലിൽ നമ്മൾ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എം ഇടുന്നതാണ്. ശരിക്കും ഈ പോളിനോമിയൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇത് ഈ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ നമുക്കത് പറയാം എന്താണെന്നുള്ളത്. നമ്മൾ ശരിക്കും പ്ലസ് ടുവിലേക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണോ ഈ തന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നെയായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് സച്ച് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു എ ദെൻ ഐ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 3a ഈസ് ഈക്വൽ ടു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും കാര്യമായിട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറയാൻ മേ ബി കമ്മ്യൂട്ടേറ്റീവിൻ്റെ പാർട്ടെന്ന് ചോദിച്ചാലായി. മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യങ്ങളിൽ അത്രയ്ക്ക് ഉള്ളൂ ചോദിക്കാൻ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് എന്താ നോക്കാം. ഐ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഐ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 3a ഈക്വൽ ടു. നമുക്കിതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഐ സ്ക്വയർ പ്ലസ് IA പ്ലസ് AI മൈനസ് 3a എന്ന് കിട്ടും അല്ലേ. നമുക്കിവിടെ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്, പ്ലസ് IA പ്ലസ് AI ഇത് രണ്ടും എ തന്നെയല്ലേ കിട്ടുക. IA എന്ന് പറഞ്ഞാലും എ ആണ്, AI എന്ന് പറഞ്ഞാലും എ ആണ്. എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് I ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ആണ്, അപ്പോൾ 2a എന്ന് വരും മൈനസ് 3a. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ I 2a മൈനസ് 3a എന്ന് പറഞ്ഞാൽ I മൈനസ് എ. സോ ദ ആൻസർ ഈസ് ബി. ഓക്കെ, ഇവിടെ നിങ്ങളിത് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഓഫ് ആൽഫ ഈക്വൽ ടു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. പ്രൂവ് എ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എ ഓഫ് ആൽഫ ഇൻറ്റു എ ഓഫ് ബീറ്റ. അതായത് നമുക്കിവിടെ എ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് കിട്ടുന്നത് കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ. അതെന്ന് പറയുന്നത് എ ആൽഫ ഇൻറ്റു എ ബീറ്റ. ഇവിടെ ബീറ്റ കൊടുത്ത് കിട്ടുന്ന മെട്രിക്സും ആൽഫ കൊടുത്ത് കിട്ടുന്ന ഈ മെട്രിക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിൻ്റെ സമ്മ് കിട്ടുന്ന മെട്രിക്സ് പ്രോഡക്റ്റ് കിട്ടുന്ന മെട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ടൈം ഒരുപാട് പോവും, അതുകൊണ്ടാണ് ഇത് പറയാത്തത്. ഓക്കെ, എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്കൊരു ഡിസ്കഷൻ്റെ പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മളുടെ എക്സാം അടുത്തെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.